Hello everyone, welcome to our channel. ഞാൻ കാവേരി സുദേശ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് OCPD യെ കുറിച്ചാണ്. അതായത് ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. OCD യെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. OCD എന്ന് പറയുന്നത് ഒരു ആൻസൈറ്റി ഡിസോർഡറിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. എന്നാൽ OCPD, ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ ഒരെണ്ണമാണ്. നമ്മൾ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് നമ്മൾ OCPD യെ പറ്റി പറയുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡറിലുള്ള ചില ലക്ഷണങ്ങൾ കണ്ടിട്ട് നമ്മൾ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. പല സെഷൻസിലും പാർട്ട്ണർക്ക് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് NPD അല്ല OCPD യുടെ ലക്ഷണങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ OCPD എന്താണെന്നുള്ളതും അതിന്റെ ലക്ഷണങ്ങളും നമുക്കൊന്ന് നോക്കാം. OCPD എന്ന് പറയുന്ന കണ്ടീഷൻ ഒരു ഏർലി അഡൽട്ട്ഹുഡിലേക്ക് കടക്കുന്ന കാലഘട്ടത്തിലൊക്കെയാണ് നമുക്ക് ഇതിന്റെ സിംറ്റംസ് എവിഡന്റ് ആയിട്ട് കണ്ടു തുടങ്ങുന്നത്. OCPD ഉള്ള ആളുകൾ പൊതുവെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ കൺട്രോൾ അവരുടെ കയ്യിലായിരിക്കണം. കാര്യങ്ങൾ കൃത്യമായ റൂൾസ് അനുസരിച്ചും അവർ പ്രിഫർ ചെയ്യുന്ന ഒരു ഓർഡറിൽ അവർ പ്രിഫർ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യണം എന്നൊക്കെയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ OCPD സിംറ്റംസ് പറയാം. ഞാൻ പറയാൻ പോകുന്ന ലക്ഷണങ്ങളിൽ 4 അതിൽ കൂടുതലോ ലക്ഷണങ്ങൾ ഒരാൾക്ക് ഒരു ലോങ് ടേം പാറ്റേൺ എന്നുള്ള രീതിയിൽ, അതായത് സ്ഥിരമായിട്ട് അയാളിൽ കാണുന്നുണ്ട്, വല്ലപ്പോഴും ഒരു അവസരത്തിൽ കാണിച്ചിരുന്നു പിന്നീട് ഇല്ല എന്നാണെങ്കിൽ അതൊരു പേഴ്സണാലിറ്റി പാറ്റേൺ ആയിട്ട് പറയാൻ പറ്റില്ല. ഒരു ലോങ് ടേം പാറ്റേൺ ആയിട്ട് 4 അതിൽ കൂടുതലോ ലക്ഷണങ്ങൾ അവർക്ക് കാണുന്നുണ്ടെങ്കിൽ OCPD ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ അവർ മീറ്റ് ചെയ്യുന്നു എന്ന് പറയാം. അതായത് OCPD ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ 4 അതിൽ കൂടുതലോ ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കണം. OCPD ഒന്നാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ obsessed with details, rules or order so much that the main point is lost. അതായത് ഇവർക്കിപ്പോ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് ജോലി സംബന്ധമായിട്ടുള്ളതാകാം, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടി ഓർഗനൈസ് ചെയ്യണം എന്നിരിക്കട്ടെ. ഇവര് അതിന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ലിസ്റ്റ് ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ചെയ്യാനായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഇൻവോൾവ് ആവുന്നത് കൊണ്ട് തന്നെ ആ ഒരു ബിഗ്ഗർ പിക്ചർ അവർ മറന്നു പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അവർക്കത് എൻജോയ് ചെയ്യാൻ കഴിയില്ല. ഒരു ബർത്ത്ഡേ പാർട്ടി നടത്തുന്ന സമയത്താണെങ്കിലും അതെങ്ങനെ കണ്ടക്ട് ചെയ്യണം, എവിടെ കണ്ടക്ട് ചെയ്യണം, അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളതിൽ ഇൻവോൾവ് ആയിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. കാര്യം ഇവർ ഒരുപാട് സമയം പ്ലാൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇവന്റിൽ ഇൻവോൾവ് ആകാനും അത് എൻജോയ് ചെയ്യാനും പറ്റാതെ പോവാം. രണ്ടാമത്തെ സിംറ്റം ആണ് പെർഫെക്ഷനിസം ദാറ്റ് സ്റ്റോപ്സ് ഫ്രം ഫിനിഷിംഗ് തിങ്സ്. OCPD എന്നുള്ള ഒരു കണ്ടീഷനിൽ ഇവർ വളരെ പെർഫെക്ഷനിസ്റ്റിക് ആയിട്ടുള്ള ആളുകളായിരിക്കും. പെർഫെക്ഷനിസം എന്ന് പറയുന്നത് അവരുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു അവസ്ഥ. ടു ആൻ എക്സ്റ്റെന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, സബ്മിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. ഇതിൽ അവര് എഴുതിയത് തന്നെ റിപ്പീറ്റഡ്ലി വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു പ്രൊജക്ട് പ്രിപ്പയർ ചെയ്യണം. അവര് ഫസ്റ്റ് ടൈം എഴുതുന്നു, പക്ഷെ സാറ്റിസ്ഫൈഡ് അല്ല, എന്തൊരു പോരായ്മ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഇവര് വിചാരിക്കുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും അത് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി റീറൈറ്റ് ചെയ്യുക. ഇത്തരത്തില് പെർഫെക്ഷനിസം ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ടൈമിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനും സബ്മിറ്റ് ചെയ്യാനും ബുദ്ധിമുട്ട് നേരിടും. തേർഡ് വൺ, വർക്ക്സ് ടു മച്ച് ഇഗ്നോറിങ് ഫൺ ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. ഇവര് പൊതുവെ വർക്കഹോളിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഒക്കെ ആയിരിക്കും ഇവരുടെ മെയിൻ ഫോക്കസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റീസ്, ഫ്രണ്ട്ഷിപ്പ്, ഒരു ട്രിപ്പിന് പോവുക, അത്തരം കാര്യങ്ങളൊന്നും താല്പര്യം ഉണ്ടായിരിക്കില്ല. ഇവർക്ക് മീനിങ് ഫുൾ ആയിട്ട് തോന്നുന്ന, പ്രൊഡക്റ്റീവ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളിലായിരിക്കും ഇവർ ഇൻവോൾവ് ആകുന്നത്. ഇത് പലപ്പോഴും കപ്പിൾ റിലേഷൻഷിപ്പിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാറുണ്ട്. ഭാര്യമാർക്ക് ലീഷർ ആക്ടിവിറ്റീസ് വേണം, അവർക്ക് ഫൺ അല്ലെങ്കിൽ ട്രിപ്പ് പോവുക, ഇത്തരം കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയുമ്പോൾ ഇവർക്ക് അതിൽ താല്പര്യം ഉണ്ടാവില്ല. ഇവർക്ക് എക്സ്ട്രാ ടൈം വർക്ക് ചെയ്യാനാണെങ്കിലും അതായിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ എപ്പോഴും പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക, പ്രൊഡക്റ്റീവ് അല്ലാത്ത സമയത്ത് അവർക്ക് ഗിൽറ്റ് ഫീൽ ചെയ്യും. അപ്പൊ ഇതൊക്കെ പാർട്ട്ണർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും. അവർക്ക് പുറത്തു പോകണമെന്നും ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നും ഒക്കെ ആയിരിക്കും താല്പര്യം. പക്ഷെ ഇവർ അതിലൊരു താല്പര്യം കാണിക്കുക, കോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഫോർത്ത് വൺ, ടു റിജിഡ് ഓർ സീരിയസ് അബൌട്ട് മോറൽസ്, എത്തിക്സ് ഓർ വാല്യൂസ്. അവരെല്ലാ കാര്യത്തിലും ഒരു റൈറ്റ് ഓർ റോങ് കാണുന്ന ആളുകളായിരിക്കും. അവർ ശരിയെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം ചില കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർ മോശം അല്ലെങ്കിൽ അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമായിട്ടാണ് ഇവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെയും അവർ പെട്ടെന്ന് ഹാർഷ്ലി ജഡ്ജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒന്നോ രണ്ടോ സയൻസ് വെച്ചിട്ട് ഇവർ ടോക്സിക് ആണ് അല്ലെങ്കിൽ ഇവരൊരു റോങ് പേഴ്സൺ ആണ് എന്നുള്ളൊരു വിധി അവർ എഴുതുകയും ഒന്നോ രണ്ടോ സിംറ്റംസ് വെച്ചിട്ട് ഇവര് നല്ലതാണ് എന്ന് വിചാരിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ സൈക്കോളജിയിൽ
ഇതിനെ ഒരു ഓൾ ഓർ നത്തിങ് തിങ്കിങ് എന്ന് പറയും. ഒരു ബൈനറി ആയിട്ട് മാത്രം കാര്യങ്ങൾ കാണുന്നത്, ഒന്നില്ലെങ്കിൽ നല്ലത് അല്ലെങ്കിൽ ചീത്ത. ഇതിന്റെ ഇടക്കുള്ള ഒരു സംഭവം ഇവർക്കില്ല. ആളുകളെ കാണുമ്പോഴാണെങ്കിൽ അവര് നല്ലത് അവര് ചീത്ത എന്നുള്ള രീതിയിലായിരിക്കും കാണുക. അത് ഓരോരുത്തരുടെ ഇന്റലക്ച്വൽ ലെവൽ അനുസരിച്ച് ചിലപ്പോൾ നല്ലത് ചീത്ത എന്നായിരിക്കില്ല അവർ പറയുന്നത്. അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ വ്യത്യാസം ഉണ്ടെങ്കിലും രണ്ട് രീതിയിൽ മാത്രം ആളുകളെ കാണുക. പക്ഷെ ജനറലി നമ്മൾ ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ വേറെ മിക്സ് ഓഫ് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ് ക്വാളിറ്റീസ് എന്ന് പറയാവുന്ന കാര്യങ്ങളും ആളുകൾക്ക് ഉണ്ടാവും, അതുപോലെ പല നെഗറ്റീവ്സും ഉണ്ടാവും. അപ്പൊ നമ്മളൊരു ബാലൻസ്ഡ് പെർസ്പെക്റ്റീവ് ആണ് ശരിക്കും കീപ്പ് ചെയ്യേണ്ടത്. ഇയാൾക്ക് ഇന്നിന്ന ഗുണങ്ങളുണ്ട് എന്നാൽ ഇന്നിന്ന കുഴപ്പങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ. ചില ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം മാലഡാപ്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് അവർ കാണും. അങ്ങനെ വരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇവരുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അത്രയും മാലഡാപ്റ്റീവ് പാറ്റേൺ ഒന്നും ഇല്ലെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് അതിനെ ജഡ്ജ് ചെയ്യും. അതുപോലെ തന്നെ എത്തിക്കൽ ആയിട്ടുള്ള മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ വിശ്വസിക്കുന്നത് എന്താണോ അത് അതുപോലെ തന്നെ ചെയ്യണമെന്നാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഫോർഗീവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്താൽ അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന ആ ഒരു റൂള് വയലേറ്റ് ചെയ്താൽ അതിന് യാതൊരു എക്സ്ക്യൂസും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും ഇവരവരോട് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നും. ഇത് റിലേഷൻഷിപ്പിനെ ഹേർട്ട് ചെയ്താലും, പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും വർക്ക് പ്ലേസ് റിലേഷൻഷിപ്പ് ആണെങ്കിലും അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാലും ഇവർ ഈ രീതിയിൽ തന്നെ റൂൾസ് ഫോളോ ചെയ്യുന്നവരായിരിക്കും. ഇതും നമുക്ക് നാർസിസിസമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം ഇവർ വിചാരിക്കുന്ന അതേ രീതിയിൽ അതേ റൂൾസ് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു എത്തിക്കൽ അല്ലെങ്കിൽ മോറൽ വാല്യൂവിനെ എഗെയിൻസ്റ്റ് ആയിട്ട് അവരെ പാർട്ട്ണർ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്ക്യൂസ് പറഞ്ഞാൽ ഇവർ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല. അത് തെറ്റായ കാര്യമായിട്ട് തന്നെ ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുകയും അത് ഫോർഗീവ് ചെയ്യാൻ ഇവർ ബുദ്ധിമുട്ട് കാണിക്കുകയും ചെയ്യും. ഫിഫ്ത് വൺ, കാൺ ത്രോ അവേ യൂസ്ലെസ് സ്റ്റഫ്. അതായത് ഒരു ഇമോഷണൽ വാല്യൂ ഇല്ലാത്ത സാധനങ്ങളാണെങ്കിൽ പോലും അവർക്ക് അത് കളയാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കുറെ നാളായി പണ്ട് മുതലേ ഉള്ള സംഭവമാണ്, നമുക്കതിന് ആവശ്യമില്ല എന്നാണെങ്കിലും ഇവർക്കത് കളയാൻ ബുദ്ധിമുട്ട്. ചിലപ്പോൾ കുറെ നാൾ മുമ്പുള്ള ന്യൂസ് പേപ്പേഴ്സ് കൂട്ടി കൂട്ടി വെക്കുക. ഇപ്പൊ ഞങ്ങളുടെ ഒരു സാർ ഉണ്ടായിരുന്നു, ഡസ്റ്റർ പോലും ഒരുപാട് യൂസ് ചെയ്ത് അതിന്റെ ഉള്ളിലുള്ള സംഭവങ്ങളെല്ലാം പുറത്തേക്ക് വന്നാലും പുള്ളിക്ക് അത് കളയാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞങ്ങള് സാറ് ഈ പഴയ ഡസ്റ്റർ കൊണ്ട് തന്നെ അതിന്റെ കുടലും പണ്ടവും എല്ലാം പുറത്തു വന്നിട്ടും അതുകൊണ്ട് മായ്ക്കുന്ന കണ്ടിട്ട് ഞങ്ങൾ പുതിയൊരു ഡസ്റ്റർ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ പുതിയ ഡസ്റ്റർ അവിടെ തൂക്കിയിട്ടിട്ട് പുള്ളിക്കാരൻ വീണ്ടും പഴയ ഡസ്റ്റർ കൊണ്ട് തന്നെയാണ് തുടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയും ഡാമേജ് ആയി പോയ ബ്രോക്കൺ ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിൽ പോലും പുതിയ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും ഈ പഴയത് കളയാൻ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇത് OCPD ഉള്ള എല്ലാവരിലും കാണാറില്ല കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ 4 അതിൽ കൂടുതലോ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ OCPD-യുടെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ മീറ്റ് ചെയ്തു എന്ന് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമുക്കത് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം അല്ലെങ്കിലും ഇവർക്കത് കളയാൻ ബുദ്ധിമുട്ടാണ്. പഴയ സാധനങ്ങൾ കൂട്ടി കൂട്ടി വെക്കുക. കാര്യം ഇവര് വിചാരിക്കുന്നത് എന്തെങ്കിലും നമുക്കത് ആവശ്യം വന്നാലോ എന്നുള്ള ചിന്ത. ഇപ്പൊ ഞാൻ ഞങ്ങളുടെ സാറിന്റെ കാര്യം പറഞ്ഞു, ഡസ്റ്റർ കളയാത്തത്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുപോലെയാണ് അച്ഛനമ്മമാരൊക്കെ പഴയതാകുമ്പോൾ നിങ്ങൾ കളയുന്നത് എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ഒരു മോറൽ വാല്യൂ അല്ലെങ്കിൽ എത്തിക്കൽ വാല്യൂ അങ്ങനെ ആയതുകൊണ്ടും അവരത് കളയാതിരിക്കാം. സിക്സ്ത് വൺ, ഡിഫിക്കൽട്ടി ടു ഡെലിഗേറ്റ് ടാസ്ക്. അതായത് ഇവർക്ക് ടാസ്ക് ഡെലിഗേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവർ വിചാരിക്കുന്ന ഒരു പെർഫെക്റ്റ് രീതിയിൽ തന്നെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ട് മറ്റൊരാളെ ഏൽപ്പിച്ചാൽ അവർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യും എന്ന് ഉറപ്പാണെങ്കിൽ മാത്രമാണ് ഇവർ ഡെലിഗേറ്റ് ചെയ്യുള്ളൂ. അതുപോലെ ഡെലിഗേറ്റ് ചെയ്ത് ഇവർ മൈക്രോ മാനേജ് ചെയ്യുകയും ചെയ്യും. മൈക്രോ മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്, ആയിരിക്കണമെന്നില്ല. OCPD-യിലും മൈക്രോ മാനേജ്മെന്റ് വരാം. കാരണം ഇവർ വിചാരിക്കുന്ന ഒരു പെർഫെക്റ്റ് രീതിയിൽ തന്നെ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യപ്പെടണം. അതുകൊണ്ട് ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പിൽ അത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഡയറക്ഷൻസ് കൊടുക്കും. ചിലപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ കൊണ്ടുവരുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്ത ആ ഒരു പെർഫെക്റ്റ് രീതിയിൽ വന്നിട്ടില്ലെങ്കിൽ ഇവർ റിപ്പീറ്റഡ്ലി കറക്ഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇവര് ടാസ്ക് ഡെലിഗേറ്റ് ചെയ്ത ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. റിലേഷൻഷിപ്പിൽ വരുമ്പോൾ ഭാര്യമാർക്കും ഇപ്പൊ വീട്ടിലെ കാര്യങ്ങൾ, അടുക്കളയിലെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ ഇവരെ എക്സ്പെക്ട് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ചെയ്യണം എന്നുള്ളതാണ്. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ ഇവരതിന്റെ കറക്ഷൻ പറയും. അതേസമയം ചെയ്ത കാര്യങ്ങളെ ചിലപ്പോൾ ഇവർ അക്നോളജ് ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പൊ ഭാര്യമാർക്ക് അല്ലെങ്കിൽ പാർട്ട്ണർ ആരാണോ അവർക്ക് ഇവരുടെ കൂടെ ഉള്ള റിലേഷൻഷിപ്പ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സെവൻത് വൺ, വെരി സ്റ്റിങ്ങി വിത്ത് മണി. അതായത് ഇവര് പൈസ എന്ന് പറയുന്നത് നമ്മൾ ഹോവാർഡ് ചെയ്യാനുള്ള സാധനമായിട്ടാണ് ഇവർ കാണുന്നത്. ഫ്യൂച്ചറിലേക്ക് വേണ്ടി സേവ് ചെയ്യേണ്ട ഒരു സംഭവമാണ് മണി എന്നുള്ളത്. അത് വേണ്ടതാണ് ടു ആൻ എക്സ്റ്റെന്റ്. നമുക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആവശ്യമാണ്, പൈസ നമ്മൾ സേവ് ചെയ്യണം. പക്ഷെ ഇവർക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും പ്ലഷറബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല.
ഒരു എമർജൻസി വന്നാൽ എന്ത് ചെയ്യും എന്നോർത്തിട്ട് അവർ അത്തരം കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാതെ വളരെ പിശുക്കന്മാരാണ് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഇതാണ് റീസൺ. അവര് പൈസേനെ അവർ കാണുന്ന രീതി വ്യത്യാസമാണ്. ഭാവിയിൽ ഒരു എമർജൻസി വരുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവണം എന്ന് വിചാരിച്ച് ഇവൻ ഫിനാൻഷ്യലി ഇവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അവര് ഡ്രസ്സ് വാങ്ങിക്കുന്നതിനോ അല്ലെങ്കിൽ ഗിഫ്റ്റ്സ് വാങ്ങിക്കുന്നതിനോ വെക്കേഷന് പോകുന്നതിനോ അതിന്റെ ഇരട്ടി പൈസ അവരുടെ കയ്യിലുണ്ട്. അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരില്ലെങ്കിൽ പോലും ഭാവിയിൽ ഒരു എമർജൻസി വന്നാലോ എന്നോർത്തിട്ട് അത് സ്പെൻഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഞാൻ എടുത്തു പറയാൻ കാരണം നമുക്ക് പൈസ ഇല്ല, നമുക്ക് പ്ലഷറബിൾ ആക്ടിവിറ്റീസിലേക്കൊക്കെ പോകാനുള്ള ഒരു പൈസ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാതിരിക്കുന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇനഫ് മണി ഉണ്ട് എന്നിട്ട് പോലും എമർജൻസി വന്നാലോ അല്ലെങ്കിൽ പൈസ എന്നുള്ളത് നമ്മൾ സേവ് ചെയ്ത് വെക്കേണ്ടതാണ് ഫ്യൂച്ചറിലേക്ക് വേണ്ടി എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി അത് സേവ് ചെയ്ത് മാത്രം വെക്കുക. സ്പെൻഡ് ചെയ്യാൻ പ്രത്യേകിച്ച് പ്ലഷറബിൾ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട്. എയ്ത്ത് വൺ, എക്സ്ട്രീംലി stubborn ആൻഡ് അൺബെൻഡിങ്. അവരൊട്ടും ഫ്ലെക്സിബിൾ അല്ല, അവർ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യും. അവർ വിചാരിക്കുന്ന രീതിയിൽ തന്നെ എപ്പോഴും കാര്യങ്ങൾ ചെയ്യാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോ വർക്കിന് പോകുന്നു, ഒരേ റൂട്ടിൽ തന്നെ പോകാനായിരിക്കും അവർ പ്രിഫർ ചെയ്യുക. ഇപ്പൊ വേറൊരാൾ പറയും നമുക്ക് ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, നമുക്ക് അതിലൂടെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട വേണ്ട, എനിക്ക് ഇതിലൂടെ തന്നെ പോയത്. ചിലപ്പോൾ അവർ പോകുന്ന റൂട്ട് കുറച്ചുകൂടി കൂടുതൽ ടൈം എടുക്കുന്നതാണെങ്കിൽ പോലും അവർ അതിലെയാണ് പോയി ശീലിച്ചിരിക്കുന്നതെങ്കിൽ അതാണ് അവരുടെ രീതി. ദിസ് ഇസ് ദ റൈറ്റ് വേ. അതിലൂടെ പോയാണ് അവർ ശീലിച്ചിരിക്കുന്നതെങ്കിൽ അത് തന്നെയാണ് അവർ പ്രിഫർ ചെയ്യുക. ചേഞ്ച് എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഞാൻ പറഞ്ഞ റൂട്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല, ചിലപ്പോ റിലേഷൻഷിപ്പിൽ വരുമ്പോഴും അതുപോലെ വർക്ക് പ്ലേസിൽ വരുന്ന കാര്യങ്ങളിലാണെങ്കിൽ പോലും ഇവര് വിചാരിക്കുന്ന ആ ശരിയായ രീതി എന്താണോ അതിൽ തന്നെ കാര്യങ്ങൾ നടന്നോളാം. അതിൽ ഒരു ഫ്ലെക്സിബിൾ ആവില്ല. അതുകൊണ്ട് തന്നെ വർക്ക് പ്ലേസിലും വീട്ടിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത്രയാണ് OCPD-യുടെ 8 ലക്ഷണങ്ങൾ. ഇതിൽ പല കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് തോന്നാം. ഫോർ എക്സാമ്പിൾ, ഇവർ റിജിഡ് ആണ്, ഫ്ലെക്സിബിൾ അല്ല, ഇവർ ഒരേ രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പ്രിഫർ ചെയ്യുന്നു. അപ്പൊ ഇവരുടെ രീതിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഡിസ്റ്റർബ്ഡ് ആവും, റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ വഴക്കുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ പ്ലഷറബിൾ ആക്ടിവിറ്റീസിന് പൈസ ചെലവഴിക്കാനുള്ള ബുദ്ധിമുട്ട്, പെർഫെക്ഷനിസം, ഓരോ കാര്യത്തിലും ഇവർ പറയുന്ന രീതിയിലുള്ള റൂൾസ്, എത്തിക്സ്, വാല്യൂസ് ഇതൊക്കെ ഇവരുടെ പാർട്ട്ണറും ഫോളോ ചെയ്യണം എന്ന് ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതൊക്കെ റിലേഷൻഷിപ്പിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. OCPD എന്നുള്ളൊരു കണ്ടീഷൻ ഉള്ള പാർട്ട്ണറോട് ജീവിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. നമ്മൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുടെ കൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ടെന്ന് പറയുന്ന പോലെ തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയാണത്. ഈ ഒരു കണ്ടീഷനിൽ ഇവര് ഹൈലി മാനിപ്പുലേറ്റീവ് ആൻഡ് ഡെലിബറേറ്റ്ലി അബ്യൂസീവ് ആയിട്ടുള്ള ആളുകളല്ല എങ്കിൽ പോലും ഇവരെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഇത് ചേഞ്ച് ചെയ്യാനും ഡിഫിക്കൽട്ട് ആണ്. അതിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ഈഗോ സിംടോണിക് എന്നാണ് ഇത്തരം കണ്ടീഷൻസിനെ പറയുന്നത്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, OCPD പോലുള്ള കണ്ടീഷൻസ് ഈഗോ സിംടോണിക് എന്ന് പറയും. അതായത് അവർ ഹോൾഡ് ചെയ്യുന്ന വാല്യൂ സിസ്റ്റം എന്താണോ, അവരുടെ സെൽഫ് കൺസെപ്റ്റ് എങ്ങനെയാണോ അതിനുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിൽ തന്നെയാണ് അവരുടെ തോട്ട്സും ആക്ഷൻസും ഉള്ളത്. പക്ഷെ ചില കണ്ടീഷൻസിൽ അങ്ങനെയല്ല. നമ്മുടെ വാല്യൂസ് ഒരു രീതിയിലാണെങ്കിലും നമ്മുടെ തോട്ട്സ് ആൻഡ് ആക്ഷൻസ് വേറെ രീതിയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും പോകുന്നത്. അപ്പൊ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, OCD വരുന്ന എന്താന്ന് വെച്ചാല് ഇപ്പൊ ഇവര് ഹാൻഡ് വാഷിംഗ് വളരെ കൂടുതലായിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവര് ഓർഡർ ചെയ്യുന്ന ഈ ഒരു പ്രത്യേക രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യണം എന്നവർക്ക് ഫീൽ ചെയ്യുന്നു. പക്ഷെ അവർക്കറിയാം ഇതിന്റെ ആവശ്യമില്ല, ഇത്രയും ഞാൻ സ്ട്രിക്റ്റ് ആവേണ്ട ഒരു കാര്യമില്ല, ഇത്രയും തവണ ഞാൻ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്നുള്ളത് അവർക്കറിയാം. എന്നാലും അവരെങ്ങനെ ചെക്ക് ചെയ്യും, അവർക്കത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേനും അതിനെ ഈഗോ ഡിസ്റ്റോണിക് എന്നാണ് പറയാ. നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അതിനെതിരായിട്ടാണ് നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും പോകുന്നത്. അതുകൊണ്ട് തന്നെ there is a problem, എന്തോ ഒരു പ്രശ്നമുണ്ട്, ഞാൻ വിചാരിക്കുന്ന രീതിയിലല്ലല്ലോ ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്, എനിക്കറിയാം ഇതിന്റെ യാതൊരു ആവശ്യമില്ല എന്നുള്ളത്, എന്നിട്ടും ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുകയും നമ്മളെ ഹെൽപ്പ് സീക്കുകയും ചെയ്യും. അതേസമയം ഈഗോ സിൻടോണിക് എന്ന് പറയുമ്പോൾ OCPD-യിൽ വരുമ്പോൾ ഇവർ വിചാരിക്കുന്നത് ദിസ് ഇസ് ദ റൈറ്റ് വേ, ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്താൽ മാത്രമേ അത് ശരിയാവുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അവരെന്ത് ശരി എന്ന് വിചാരിക്കുന്നു ആ ആംഗിളിൽ തന്നെയാണ് അവരുടെ ബിഹേവിയർ ഉള്ളത്. ഇത് രണ്ടും തമ്മിൽ അലൈൻമെന്റ് ഉണ്ട്. അതുകൊണ്ട് അവർക്കൊരു കോൺഫ്ലിക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. അവര് ഹെൽപ്പ് സീക്ക് ചെയ്യാനുള്ള സാധ്യതയും കുറവാണ്. ഹെൽപ്പ് സീക്ക് ചെയ്താലും അവരുടെ ആ ഒരു റിജിഡ് വാല്യൂസും അവർ ചിന്തിക്കുന്ന രീതിയും ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ OCPD എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. OCPD and NPD തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്ന് ഞാൻ OCPD-യുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇത്തരം ലക്ഷണങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കണ്ട് നിങ്ങൾ ക്ലാരിഫൈ ചെയ്യുക. നമുക്ക് അടുത്തൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ഫ്രം അവർ ചാനൽ.
താങ്ക് യു.